पक्ष में हाँ में 269, विपक्ष में 198, बहुमत के पक्ष में मतदान हुआ। बहुमत प्रस्ताव के पक्ष में हाँ। സമീപകാലത്തായി ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ബില്ലുകളിൽ ഒന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് എന്നുള്ളത്. ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഘട്ടത്തിൽ തന്നെ BJP മുന്നോട്ട് വെച്ചത് എന്നുള്ളത് നിരന്തരമായ തെരഞ്ഞെടുപ്പുകളിലൂടെ രാജ്യത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക ചെലവിന് വലിയൊരു ആശ്വാസം ഈ ബില്ലിലൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഭരണപരമായ തടസ്സങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പലപ്പോഴും ഭരണപരമായ തടസ്സങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഒറ്റഘട്ടമായി അല്ലെങ്കിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതുമായിരുന്നു. ലോക്സഭ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ് ഈ ആശയം. ഈ ആശയം മുന്നോട്ട് വെച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പുകൾ ഉയർന്നു. ഈ ബില്ലുകൊണ്ട് ലാഭിക്കാൻ കഴിയുന്നത് BJPയുടെ സാമ്പത്തിക ചെലവ് മാത്രമാണ് എന്നും ബില്ലിലൂടെ നേട്ടമുണ്ടാകുന്നത് BJPക്ക് മാത്രമാണ് എന്നും മറിച്ച് ഫെഡറൽ സംവിധാനം തന്നെ അട്ടിമറിക്കപ്പെടുന്നതായിരിക്കും ഈ ബില്ല് നിയമമായി മാറുമ്പോൾ എന്നുമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആരോപണം എന്നുള്ളത്. തുടർന്ന് ഈ ബില്ലുമായി മുന്നോട്ടു പോകാൻ നിശ്ചയിച്ചാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ഒരു സമിതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത്. ഈ സമിതി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാരുകളിൽ നിന്നും അഭിപ്രായ സ്വരൂപണം നടത്തി. ഈ സമിതിക്ക് മുന്നിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ഇടതു പാർട്ടികൾ അടക്കമുള്ളവർ തങ്ങളുടെ കടുത്ത എതിർപ്പ് രേഖാമൂലം തന്നെ അറിയിച്ചിരുന്നു. തുടർന്ന് സമിതി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. തുടർന്നാണ് മന്ത്രിസഭ ഈ ബില്ലിന് അന്തിമ അംഗീകാരം നൽകുകയും ബില്ല് പാർലമെന്റിലേക്ക് എത്തുകയും ചെയ്തത്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാളാണ് 2 ബില്ലുകൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചത്. ആദ്യ ബില്ല് എന്നുള്ളത് സംസ്ഥാന നിയമസഭകളുടെയും ലോക്സഭയിലെയും തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള 129ാം ഭേദഗതി എന്നുള്ളതാണ്. പ്രധാനമായും 4 ഭേദഗതികൾ അല്ലെങ്കിൽ 4 കൂട്ടിച്ചേർക്കലുകളാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. 82A, 83, 172, 327 എന്നിവയിൽ കൂട്ടിച്ചേർക്കലുകളാണ് നിർദ്ദേശിക്കുന്നത്. പ്രധാനമായും 82A-യിൽ 7 കൂട്ടിച്ചേർക്കലുകളും 83-ൽ 6 കൂട്ടിച്ചേർക്കലുകളും 172-ൽ 5 കൂട്ടിച്ചേർക്കലുകളും ഉദ്ദേശിക്കുന്നു. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് 2029-ൽ നടന്ന് ആ ലോക്സഭ ചുമതലയേൽക്കുന്ന അന്ന് തന്നെ രാഷ്ട്രപതി ഒരു വിജ്ഞാപനത്തിലൂടെ ഈ ലോക്സഭയുടെ കാലാവധി തീരുന്ന അന്ന് തന്നെ സംസ്ഥാന നിയമസഭകളുടെ കാലാവധി പൂർത്തിയാകും എന്ന് വിജ്ഞാപനമിറക്കുക എന്നുള്ളതാണ്. തുടർന്ന് ഇത് പ്രാവർത്തികമാകുന്നത് അല്ലെങ്കിൽ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടക്കുന്നത് 2034-ലായിരിക്കും എന്നാണ് നിലവിൽ അവതരിപ്പിച്ച ബില്ലനുസരിച്ച് വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ ഈ ബില്ലിനെതിരെ കടുത്ത എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ബില്ല് കേന്ദ്ര നിയമമന്ത്രി അവതരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന് വേണ്ടി ആദ്യം സംസാരിച്ചത് മുതിർന്ന നേതാവ് മനീഷ് തിവാരിയാണ്. അദ്ദേഹം ഈ ബില്ല് അവതരണത്തിനെ എതിർക്കുകയും കൂടാതെ റൂൾ 72 അനുസരിച്ചുള്ള ചർച്ച ആവശ്യപ്പെടുകയുമായിരുന്നു. ഈ ഹ്രസ്വ ചർച്ചയിൽ കടുത്ത എതിർപ്പുകൾ പ്രതിപക്ഷം ഉന്നയിച്ചു. Mr. Speaker, sir, I rise to oppose the introduction of the Constitution 129th Amendment Bill 2024 and the Union Territories Laws Amendment Bill 2024. Mr. Speaker, sir, beyond the 7th schedule of the Constitution is the basic structure doctrine. And that basic structure doctrine spells out that there are certain features of the Indian Constitution which are beyond the amending power of this House also. One of the essential features is federalism and the structure of our democracy. And therefore, the bills which have been moved by the Honorable Minister of Law and Justice absolutely assault the basic structure of the Constitution and are beyond the legislative competence of this House, and therefore they need to be opposed ab initio, and the introduction of those bills have to be stopped. Number 2, Mr. Speaker, sir, how is it possible under our constitutional scheme that the tenures of the state legislatures can be made subject to the tenure of the national legislature?
That is completely an antithesis of the constitutional scheme. There is absolutely no way under the Indian constitutional scheme where the states are separate constituents and equal constituents, the term of the state legislatures can be made subject to the term of the national legislature. And my final point, Mr. Speaker, sir, India is a union of states. Article 1 of the Constitution states that India is a union of states and not vice versa. And so therefore, this excessive centralism, which is sought to be brought into existence by this bill, absolutely militates against the constitutional scheme in its essence, in its entirety, and in its very object. And therefore, Mr. Speaker, sir, I would once again like to urge this House that the introduction of the bill and the consideration of the bill, because of the basic structure doctrine enunciated by the Supreme Court in the Kesavanand Bharti case, is beyond the legislative competence of this House, and therefore this bill needs to be withdrawn immediately. നിലവിലെ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന ഈ ബില്ല് കൂടുതൽ ചർച്ചകളില്ലാതെയാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന ആക്ഷേപം എന്നുള്ളത്. ഒപ്പം തന്നെ ഫെഡറൽ സംവിധാനത്തെയും ഭരണഘടനയെയും തകർക്കുന്നതാണ് ഈ ബില്ല് എന്നും കാലാവധി പൂർത്തിയാകുന്നതോ പൂർത്തിയാകാനുള്ളതോ ആയ നിയമസഭകളുടെ അവസ്ഥ എന്ത് എന്നുള്ളത് കൃത്യമായി വ്യാഖ്യാനിക്കാൻ ഈ ബില്ലിന് കഴിയുന്നില്ല എന്നുമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന ആരോപണം എന്നുള്ളത്. ഒപ്പം തന്നെ പല പാർട്ടികൾ NCP അടക്കം തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഈ നിയമസഭകളുടെ കാലാവധി തന്നെയാണ് പ്രധാന ആക്ഷേപമായി ചൂണ്ടിക്കാണിച്ചത്. നിലവിൽ പലപ്പോഴും ഈ 2034 ഈ ബില്ല് നടപ്പാക്കുന്ന ഘട്ടത്തിൽ 1, 2, 3 വർഷം മാത്രം കാലാവധി പൂർത്തിയാക്കിയ നിയമസഭകൾ അവ പിരിച്ചുവിടേണ്ട സാഹചര്യമുണ്ടാകുന്നു. ഇത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു. ഒപ്പം തന്നെ ഈ 2034 ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് അല്ലെങ്കിൽ പൂർണ്ണമായും നടപ്പാക്കുന്നതിന് 1, 2 വർഷം മുമ്പായി കാലാവധി പൂർത്തിയാകുന്ന നിയമസഭകൾ എന്തു ചെയ്യും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് സംസ്ഥാന നിയമസഭകളിലേക്ക് സർക്കാരുകളെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുന്നത് 5 വർഷം ഭരിക്കാനാണ് എന്നും ആ കാലാവധി പൂർത്തിയാകും മുമ്പ് അവയെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് പ്രതിപക്ഷം നിലപാടെടുത്തത്. ഇത്തരത്തിൽ 5 വർഷം സംസ്ഥാന നിയമസഭകളുടെ കാലാവധി പൂർത്തിയാകേണ്ടതില്ല എന്നുള്ളത് നീതി ആയോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് സർക്കാർ ബില്ലിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതും നീതി ആയോഗ് ഒരു ജനാധിപത്യ സംവിധാനമല്ലാത്തതുകൊണ്ട് തന്നെ ഇക്കാര്യം മറ്റ് പാർട്ടികളുടെ കൂടി അഭിപ്രായ സ്വരൂപണം നടത്തിയ ശേഷം മാത്രമേ ഇത്തരം വ്യവസ്ഥകൾ ഉൾപ്പെടുത്താൻ കഴിയൂ എന്നുമാണ് പ്രതിപക്ഷം നിലപാടെടുത്തത്. അതേസമയം സർക്കാരിനെ അനുകൂലിച്ച് NDA ഘടകകക്ഷികളായ TDPയും കൂടാതെ ശിവസേന ഷിൻഡെ വിഭാഗവും നിലപാടെടുത്തു. ഈ ഹ്രസ്വ ചർച്ചയ്ക്ക് ഇടയ്ക്ക് തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടുകയും ഈ ബില്ലിൽ JPCക്ക് വിടാൻ സർക്കാർ തയ്യാറാണ് എന്ന് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിൽ നിന്ന് തന്നെ ഈ ഒരു ആവശ്യം ഉയർന്ന സാഹചര്യത്തിൽ അത് JPCക്ക് വിടാൻ സർക്കാർ തയ്യാറാണെന്നും ഈ ബില്ല് മന്ത്രിസഭയ്ക്ക് മുന്നിൽ വന്ന ഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി ബില്ല് JPC പരിഗണിക്കേണ്ടതാണ് എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു എന്നും അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇക്കാര്യത്തിൽ നിയമമന്ത്രി തന്നെ ഒരു പ്രസ്താവന നടത്താവുന്നതാണ് എന്നും ആഭ്യന്തരമന്ത്രി നിലപാടെടുത്തു. കോൺഗ്രസ് पार्टी में विचार रख सकता है मतलब विरोध ही करना है, मगर विचार वक्त कर सकते हैं इसका मतलब होता है पक्ष में भी बोल सकते. തുടർന്ന് സംസാരിച്ച നിയമമന്ത്രി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചു എങ്കിൽ പോലും JPCക്ക് വിടാൻ തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു. I beg to move for leave to introduce the Constitution 129th Amendment Bill 2024 further to amend the Constitution of India. ये आइटम नंबर 18 में है और आइटम नंबर 19 में जैसे आपने कहा ऑनरेबल स्पीकर सर, with your permission I wish to move for leave to introduce the Union Territories Laws Amendment Bill 2024 further to amend the Government of Union Territories Act 1963, the Government of National Capital Territory of Delhi Act 1991 and the Jammu and Kashmir Reorganization Act 2019. ये मैं आपकी अनुमति से आपसे लीव मांग रहा हूँ. थैंक यू सर. എന്നാൽ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ബില്ല് അവതരണത്തിൽ വോട്ടെടുപ്പ് വേണം എന്ന് ആവശ്യപ്പെട്ടു. തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നതും ഭൂരിപക്ഷത്തിൽ ബില്ലിന് അവതരണാനുമതി ലഭിച്ചതും. എന്നാൽ ബില്ല് JPCക്ക് വിട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയിട്ടില്ല. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ആ പ്രമേയം പാസാക്കുന്നതോടെയായിരിക്കും
ഈ ബില്ല് ഔദ്യോഗികമായി തന്നെ JPCക്ക് പോവുക. എന്നാൽ നിലവിൽ തന്നെ ഈ JPCയിലേക്ക് ബില്ല് പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ പോലും ഭരണഘടനാ ഭേദഗതി വേണ്ട ഒരു ബില്ലായതുകൊണ്ട് തന്നെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ് എന്നിരിക്കെ നിലവിലെ സാഹചര്യത്തിൽ ഈ ബില്ല് പാസാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു. അങ്ങനെയുള്ള ഈ ഘട്ടത്തിലും ബില്ല് അവതരിപ്പിച്ചത് ചിലതെല്ലാം മനസ്സിൽ കൂട്ടി തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനൊറ്റയ്ക്ക് ഈ ബില്ല് പാസാക്കാൻ കഴിയില്ല എന്നിരിക്കെ പ്രതിപക്ഷത്തു നിന്നുള്ള പ്രധാന പാർട്ടികളുടെ പിന്തുണ സർക്കാരിന് ആർജിക്കേണ്ടതുണ്ട്. JPCയിലൂടെ ഈ ബില്ലിന് സമവായമുണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക. പ്രതിപക്ഷ പാർട്ടികളുടെ ഒപ്പം തന്നെ മറ്റ് സംസ്ഥാന സർക്കാരുകളുടെ എല്ലാം തന്നെ പിന്തുണ സർക്കാരിന് ആർജിക്കേണ്ടതുണ്ട്. ഭരണഘടനാ ഭേദഗതിയിൽ ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം വേണം. ഒപ്പം തന്നെ സർക്കാരിന് മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒന്നാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിന് സംസ്ഥാനങ്ങളുടെ പിന്തുണ കൂടി സർക്കാരിന് ആർജിക്കേണ്ടതുണ്ട്. 50% സംസ്ഥാനങ്ങൾ ഇതിനെ പിന്തുണച്ചാൽ മാത്രമേ ഇത് നടപ്പാക്കാൻ കഴിയൂ എന്നിരിക്കെ അക്കാര്യത്തിലുള്ള ശ്രമങ്ങൾ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വലിയ പ്രതിപക്ഷ പാർട്ടികളുമായി അടുക്കാനുള്ള ശ്രമം സർക്കാർ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാരുമായി അടുപ്പമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അടുത്തിടെ കേന്ദ്ര സംസ്ഥാന പ്രശ്നങ്ങൾ ബംഗാളും കേന്ദ്രവും തമ്മിലില്ല. ഒപ്പം തന്നെ ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച അടുത്തിടെ നടന്നതും കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായുള്ള ശ്രമമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒപ്പം തമിഴ്നാട്ടിൽ നിന്നും DMK അംഗം TR ബാലുവിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് TR ബാലു നിർദ്ദേശിച്ചതനുസരിച്ച് JPCക്ക് വിടാം എന്ന കാര്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. തമിഴ്നാടുമായും DMKയുമായും ബന്ധം മെച്ചപ്പെടുത്താനോ ഒരു പാലമിടാനോ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായി അടുത്ത കാലത്ത് ചില രാഷ്ട്രീയ വിലയിരുത്തലുകളുണ്ട്. എന്തായാലും ഈ ബില്ല് ഉപേക്ഷിക്കാൻ കേന്ദ്രം തയ്യാറല്ല എന്ന് തന്നെയാണ് നിലപാട്. എന്നാൽ JPCക്ക് വിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായും സംസ്ഥാന സർക്കാരുകളുമായും സംസാരിച്ച് സമവായത്തിലൂടെ ഈ ബില്ല് നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിനായി തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.